കേരളത്തിലെ മറ്റുള്ളവരുടെ പാലും കേടാവില്ലേ? ഒരാളുടെ പാലല്ലല്ലോ ഇത്, പലരും യൂസ്. ഞങ്ങൾക്ക് കൈക്കൂലി വന്നിട്ടല്ല, ഉദ്യോഗത്തിൽ വന്ന കർഷകരെല്ലാവരും കൂടെ ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണ്. നമ്മുടെ ഇയാളെ വൈഫ് ജനക്ക് പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴുക്കി ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞങ്ങൾക്ക് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ് കർഷകർ. അവരിവിടെ പാലൊഴിക്കും, ഞങ്ങൾ പാലൊഴിക്കത്തുമില്ലെന്ന് പറഞ്ഞു. ഈ ഒരു സമൂഹത്തിൽ ഇവനെ ഒരുത്തനെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് ആർക്കും ഒരു കാര്യമില്ല. ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് യുക്തിപരമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. ഒന്നുമില്ല, അവരുടെ തോന്നിവാസം കാണിച്ചിട്ട് പോയെന്നുള്ളത്. അതൊന്നും ചെയ്തില്ല. ഇവൻ വന്നിട്ട് ഇവിടെ പോക്കർത്തരം കാണിച്ചാൽ നിങ്ങൾ മാത്രം അവരുടെ തോന്നിവാസം കാണിക്കുന്ന കാര്യം. നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് പാല് കൊടുക്കുന്ന പാല് കൊടുക്കുന്ന പാർട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് പുള്ളി ഇവിടെ വന്ന ഈ പാല് പിരിയുന്ന പാലെന്ന് പറഞ്ഞാൽ ഈ പശുവിനെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നാണ് പശുവിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുന്നത്. 3-4 ദിവസം നിന്നാണ് പശു വരുന്നത്. അത് ഇവിടെ കറന്നുകൊണ്ട് വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കച്ചവടമുണ്ട്, പശു കച്ചവടമുണ്ട്. ഈ കച്ചവടത്തിൽ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ ആൾക്കാരടുത്ത് പറയും ഇന്ന് 10 ലിറ്റർ പാല് കിട്ടും എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് മടിക്കട്ടി നിർത്തിയേക്കും. അത് ആ ആള് വന്നില്ല എങ്കിൽ ആ പാല് കറന്ന് ചരുവത്തി വെച്ച് ഇവിടെ കൊണ്ടുവരും. അതായത് വാങ്ങാൻ വരുന്നവരെ കാണിക്കാനായിട്ട് ഒരുപാട് പേര് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അവിചാരിതമായിട്ട് ഒരു ദിവസം സംഭവിക്കുള്ളൂ. ഒരു ദിവസം 2 ദിവസം. ഇതിപ്പോ മിക്ക ദിവസം അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ കേടാവും പാല്. അവർ കേരളത്തിലെ മറ്റുള്ളവരുടെ പാലും കേടാവില്ലേ? ഒരാളുടെ പാലല്ലല്ലോ ഇത്, പലരും യൂസ് ചെയ്യുന്നതല്ലേ. വർഷങ്ങളായിട്ട് കർഷകരായിട്ട് ചെയ്യുന്നവരാണ്. ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. ഉണ്ടായതാണ്. ഞങ്ങൾ വർഷങ്ങളോളം, ഞാൻ 80-ൽ തുടങ്ങിയ പണിയാണ്. എനിക്ക് ഇന്നും 4-5 പശുക്കളുണ്ട്. വീഡിയോയിലൊക്കെ പറയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഇവര് പറഞ്ഞതിന്റെ പേരില് ആളെ ഇറക്കി പറയിച്ചതാണ്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് കായ് മേടിച്ചോണ്ട് പറയേണ്ട കാര്യമില്ല. കർഷകന് ഒരു അവകാശമുണ്ട്, വലിയ അവകാശമുണ്ട്. ഈ കർഷകന് ഒരു ലിറ്റർ പാല് ഇതിൽ കൂടെ എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാമോ ഈ പാലുണ്ടാക്കുന്നത്. ഈ പാലുണ്ടാക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ്. ഒരു കൊണ്ട് പോച്ച കൊടുത്ത് ഉണ്ടാക്കിയ പാല് ഇവിടെ കൊണ്ടുവന്ന് തലയിലൊഴിക്കുക. ആ പാല് യഥാർത്ഥ പാലല്ല. അവൻ കൊടുക്കുന്ന ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ 6 ലിറ്റർ പാലാണ് ഇവിടെ കൊടുക്കുന്നത്. അന്ന് ഒഴിക്കുമ്പോഴത്തേക്ക് 10 ലിറ്റർ 15 ലിറ്ററിനകത്ത് ഇവിടെ പാലുണ്ടായിരുന്നു. അതെങ്ങനെ വന്നു? അവൻ മനഃപൂർവ്വം ഇത് ചെയ്യാനാണ് കൊണ്ടുവന്നതാണ്. വീഡിയോ ചെയ്യാനാണ് കൊണ്ടുവന്നതാണ് ഈ പാല്. ആ ഒരു തുള്ളി പാലില് നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കട്ടി വെള്ളം നിറഞ്ഞാണ്. അതുപോലും ഇല്ല, വെറും പച്ചവെള്ളമാണ്. ഇവിടെ ഈ തറയിൽ ഒഴിച്ചിട്ട് പോലും. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഈ സംഘത്തിനെ അടച്ചുപൂട്ടാനുള്ള ശ്രമിക്കാനാണ്. ഇവിടെ ഒരു മൃഗഡോക്ടർ ഇരുന്നു. ഒരു മൃഗഡോക്ടർ ഇവിടെ ഇരുന്ന് അവയാളെ ഇവിടുന്ന് പുറത്താക്കി ഒപ്പിടിപ്പിച്ച്. ഇതൊക്കെയാണ് അവന്റെ പരിപാടികൾ. അയാൾ എന്ത് രോഗം ചെയ്യുന്നു? ഞങ്ങൾക്ക് ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ കർഷകർക്ക്. യഥാർത്ഥ കർഷകർക്ക് എല്ലാവർക്കും എതിരാണ്. ഞങ്ങൾ ഓരോ പാർട്ടിയില്ല. അവനിവിടെ പാലൊഴിക്കും, ഞങ്ങൾ പാലൊഴിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായുള്ള കാര്യമാണ്. അവരെ ഒരു നഷ്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അവരെ ഇവിടെ ഞങ്ങൾക്ക് ആരും അവരൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിത് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സാക്ഷിയായിട്ട് ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ് പറയുന്നത്. അല്ല ഞങ്ങൾക്ക് കൈക്കൂലി വന്നിട്ടല്ല, അവരെ ഞങ്ങളെ ഇറക്കിയിട്ടല്ല, ഞങ്ങൾ അവരെ പാർട്ടിയിൽപ്പെട്ടതല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങളെ പാൽ ഇവിടെ കൊടുക്കണം. ഞങ്ങൾ കൊണ്ടുവരുന്ന പാൽ ഞങ്ങൾക്ക് മാനമായിട്ടുള്ള വില കിട്ടുന്നുണ്ട്, മാനമായിട്ട് പൈസ തരുന്നുണ്ട്. ഒരു കംപ്ലൈന്റ് ഈ സൊസൈറ്റിക്ക് ഇല്ല. ഇവനും അല്ലാതെ യാതൊരു പാർട്ടിക്കും കംപ്ലൈന്റ് ഇല്ല. കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇന്നലെ വേറെ എവിടെ കൊണ്ട് ഒഴിച്ചത്, അതും കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞിട്ട്. വാർഷിക പൊതുയോഗം നടത്തിയത്. അപ്പോൾ ഇവരിവിടെ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോഴത്തേക്ക് അന്ന് ഈ പൊതുയോഗത്തിന് വന്ന കർഷകരെല്ലാവരും കൂടെ ചേർന്നിട്ട് എടുത്ത ഒരു തീരുമാനമാണ് അവൻ്റെ പാലെടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അവൻ്റെ പാലെടുക്കേണ്ടത് അന്ന് ഈ പൊതുയോഗത്തിൽ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്. അല്ലാതെ അവരുടെ മാത്രം തീരുമാനമല്ല. ഒരു പ്രാവശ്യം നമുക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് നമുക്ക് തിരുത്താം. നമുക്ക് ഇതൊരു എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഇനി ഞാനിത് മേലിൽ ഉണ്ടാവില്ല, ഞാൻ സൂക്ഷിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രതീകമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്ഥാപനമാണെങ്കിൽ നമുക്ക് പറയാം ആ വ്യക്തി നമ്മുടെ അടുത്തുള്ള മുൻവൈരാഗ്യം കൊണ്ടെടുത്ത് ചെയ്തതെന്ന് പറയാം. ഇതൊരു വ്യക്തിയല്ല, ഒരു സമൂഹത്തിൻ്റെ സ്ഥാപനമാണ്. ഈ ഒരു സമൂഹത്തിൽ ഇവനെ ഒരുത്തനെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് ആർക്കും ഒരു കാര്യമില്ല. അവൻ ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അവൻ ജോലി ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്, നമ്മുടെ നാട്ടിനും അഭിമാനമാണ്. അവൻ ചെയ്യേണ്ട രീതി നല്ലൊരു രീതി ചെയ്യണമായിരുന്നു. ഇപ്പൊ തന്നെ ഈ പ്രശ്നം ഇത്രയും ഉണ്ടാക്കാതെ അവന്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്.
ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് യുക്തിപരമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. ഈ ഇത്രയും ആൾക്കാരെ അടുത്ത് നമ്മുടെ മകന്റെ പ്രായമുള്ള അവനാണ്, അവന് പറയാറുണ്ട് എനിക്കൊരു അബദ്ധം പറ്റി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, നമ്മളിത് കയറി കൊണ്ടുപോകണം, എന്നെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. എത്ര സുഖമായിട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന കാര്യമാണ്. അത് പറ്റിയില്ല അവന് മുനിസിപ്പാലിറ്റി പോയി കംപ്ലൈന്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലോക്കിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം. ഇവൻ അതൊന്നും ചെയ്തില്ല. ഇവൻ വന്നിട്ട് ഇവിടെ പോക്കർത്തരം കാണിച്ച് 2 പെണ്ണുങ്ങൾ മാത്രം ഉള്ളവരെടുത്ത് അവരുടെ അടുത്ത് തോന്നിയാസം കാണിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആയോണ്ടല്ലേ അവനെ വെറുതെ വിട്ടത്. നാട് മൊത്തം എതിരാണ്. തീർച്ചയായിട്ടും അവന്റെ പ്രവൃത്തി ശരിയല്ല. ഒരു മനുഷ്യനും നല്ലത് പറയത്തില്ല. അവനൊരു നല്ല മാർക്ക് ഒരു മരത്തിനും കൊടുക്കില്ല എന്നാണ് നമ്മുടെ നിഗമനം. അപ്പൊ മറ്റുള്ളവരെ അങ്ങനെയാണെന്ന് അറിയില്ല. പല മാർഗങ്ങൾ ഉണ്ടായിരുന്നു ന്യായമായി പരിഹരിക്കാൻ പറ്റും അല്ലേ? അവരെ കുറിച്ചൊരു കംപ്ലൈന്റ് ഇതുവരെ ആരും പറഞ്ഞ് നമ്മളാരും കേട്ടിട്ടില്ല. നമ്മളെ അനുഭവത്തിലുമില്ല. നമ്മളിവിടെ ഞാനിപ്പോ 5 വർഷത്തോളമായി ഇവിടെ പാലൊഴിക്കുന്നത്. ഇതുവരെ അവരെ കുറിച്ചൊരു കംപ്ലൈന്റോ നമ്മളെ കുറിച്ചൊരു കംപ്ലൈന്റോ ആരും പറഞ്ഞിട്ടില്ല. മറ്റു ഒന്നുമില്ല. അവന്റെ തോന്നിവാസം കാണിച്ചിട്ട് പോയെന്നുള്ളത് ഇത്. അപ്പോഴേ ഞാൻ ഇതിന് ഇടയിലൊരു കമന്റ് ഇട്ടു, കണക്ക് സത്യം അറിയാതെ ആരും അവരെ ഇത് പറയരുത്, കാര്യം നമ്മളവിടെ പാലൊഴിക്കുന്നതാണ്, ഇവിടെ അങ്ങനെ എല്ലാ സംഭവം നടന്നത് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഉടനെ വിഷ്ണു എന്നെ വിളിച്ചു. വാട്സപ്പിലാണ് വിളിച്ചത്. ആ നമ്പർ എൻ്റെ കിടപ്പുണ്ട് വാട്സപ്പിൽ. അപ്പം വാട്സപ്പിലാകുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വാട്സപ്പിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആളറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ച അവൻ്റെ പേര് വിഷ്ണു എന്ന് എഴുതി കാണിച്ചു. അപ്പം ഞാൻ പറയാം എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അവിടെ പാല് കൊണ്ട് ഒഴിക്കുന്ന ഇയാൾ കണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറയും ഇയാളെ വൈഫ് കണക്ക് പാല് കൊണ്ട് വന്ന് ഇവിടെ ഒഴുക്കി ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടേണമെന്ന്. അത് നീ ആരടാ അത് പറയാൻ, നീ ആരടാ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും, അതാണ്ടാ ഇതാണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ മോളൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, എനിക്ക് 2 പെൺകൊച്ചുങ്ങളാണ്. അപ്പോൾ അവരെൻ്റെ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് ആയതുകൊണ്ട് ഞാൻ പറയാം ഡേ ഇയാളെ കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ ഈ കക്ഷിയുടെ വൈഫ് മേടിച്ചു. പിന്നെ പൂരത്തെറിയായിരുന്നു. വൈഫ് നീ ആരടാ പറയാ, നീ അങ്ങനെയാണ്ടാ ഇങ്ങനെയാണ്, നിന്നെ ഞാൻ അവിടെ കയറ്റി നിന്റെ വീട്ടിൽ വന്ന് അടിക്കും, എൻ്റെ വീട്ടിൽ വന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. അങ്ങനെ ഞാൻ കോളം കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ച് ഇത് കണക്ക് തന്നെ മാറി തിരിഞ്ഞ് നീ ആരടാ, ഇനി മേലെ നീ ഇതിനെതിരെ ഇട്ടാ നിന്നെ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും, ഇനി പറയാനൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പറഞ്ഞു. ഞാൻ പിന്നെ അവർ സ്ത്രീ ആയതുകൊണ്ട് പെങ്ങളെന്ന് വിളിച്ചാൽ ഞാൻ സംസാരിച്ചോളൂ. കാരണം ഒരു സ്ത്രീ അല്ലേ, നമ്മളെ കോൾ റെക്കോർഡ് ചെയ്യാനായിരിക്കും അവർ വിളിച്ചതെന്നുള്ള ധാരണയിൽ ഇവിടെ ഇരിക്കുന്നവർ സാധാരണക്കാർ ആ പാലെടുക്കാതിരിക്കുന്ന ചേച്ചിയൊക്കെ അവർ തുച്ഛമായ ശമ്പളത്തിനാണ് 16,000 രൂപയായിട്ടാണ് അവർക്ക് ഉള്ളത്. അത് രാവിലെ വന്ന് അവർ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. ഈ പറയുന്നവർക്ക് എന്തും പറയാം, നമ്മൾ കാണുന്നത് നമുക്കല്ല, നമ്മളെ വീട്ടിൽ സഹോദരിമാരൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ട്. അപ്പം ഇതിനൊക്കെ വന്ന് ചീത്ത വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ കണ്ടു. ഞങ്ങളെ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോഴാണ് ഈ പാലെടുത്ത് ഒഴിച്ചിട്ട് ചീത്ത വിളിക്കുന്നത്, എല്ലാവരെയും ചീത്ത വിളിക്കും. ഇത് സത്യം അറിയാതെ, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, സത്യം അറിയാതെ ആരെയും ഇങ്ങനെ പറയാൻ നിൽക്കരുത്, ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നെ പറയാൻ കൊള്ളത്തില്ല, അവരെ ഭാഷയിൽ നമുക്ക് പറയാൻ കൊള്ളത്തില്ല, അത്രയ്ക്ക് തെറിയാ എന്നെ വിളിച്ചു. എനിക്കിത് രണ്ടും പറയാനില്ല. ചേട്ടന് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടോ? എനിക്കിത് രണ്ടും പറയാനില്ല. ചേട്ടന് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? കംപ്ലൈന്റ് ഒന്നും പറഞ്ഞു. ഇവിടെ വരുന്ന എല്ലാ കർഷകരും ഇവിടെ ഒഴിക്കുന്നവരെല്ലാവരും പറയുന്നത് അയാളെ പാലിന് കുഴപ്പമൊന്നും വേറെ ആരും ഒഴിക്കുന്ന ഒരു പാലിനും ഒരു കുഴപ്പമില്ല. വേറെ ആരോടും പറയുന്നില്ല വേറെ ആരുടെയും അഥവാ അവർ പറയും പാല് പിരിയുന്ന കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ ചെന്ന് നോക്കും, കംപ്ലൈന്റ് എന്താണോ നോക്കിയിട്ട് അതിന് ഇത് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഒഴിക്കും. അല്ലാതെ സ്ഥിരം ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടല്ലേ അവർ പാലെടുക്കുന്നത്. അവരൊക്കെ അറിയാം, അവരെ വീട്ടിൽ കൊണ്ടുപോയല്ലോ, പ്ലാന്റിലോട്ട് പോകണം, പ്ലാന്റിൽ ചെന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് ക്യാൻ തിരിച്ച് ഇങ്ങോട്ട് വിടുന്നത് പാല് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അല്ലാതെ അവര് ഇവിടെ സ്ഥിരം ഒഴിക്കുന്ന കർഷകരെല്ലാവരും ഒഴിക്കുന്ന ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ല ഇതായിട്ട് തന്നെ പോകണം. അതറിയാമേ, അയാൾ കൊണ്ടുവന്ന് ഒഴിക്കുന്ന പാല് സ്ഥിരം അവർ 2 പ്രാവശ്യം കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് അത് ഇവിടെ വച്ചിരുന്നു പാല്. അവിടെ പ്ലാന്റിൽ പോയിട്ട് പാല് ഇവിടെ കൊണ്ടുവന്ന് നല്ല പിരിഞ്ഞ് കുറുവി ഇരിക്കുകയായിരുന്നു ആ പാല്. അപ്പോൾ പിന്നെ ആ പാല് അവർക്ക് അവിടെ കയറ്റി അയക്കാൻ പറ്റും. ആ പാല് കൊള്ളൂല്ലെന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഞാൻ ഇയാളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പാല് കംപ്ലൈന്റ് ആണ്, അത് ഇങ്ങനെ ഒഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഈ പാല് പ്രതികരണങ്ങള് മറ്റ് പല വീഡിയോയിലും പറയുന്നുണ്ട്, ഇത് ഇവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അതാ ചോദിക്കുന്നത്, നമ്മളെടുക്കുമ്പോഴും ഇത് അറിയാൻ വേണ്ടി പറയുന്നതാണോ? ആർക്കും വേണ്ടി പറയുന്നില്ല. ഇവിടെ ഒഴിക്കുന്ന 60 കർഷകരും ഇതേ അഭിപ്രായം പറയും. ഈ 60 കർഷകരും പാലൊഴിക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. ഇവിടെ രാഷ്ട്രീയമായിട്ടൊരു ഇതുമില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പാലൊഴിക്കുന്നത്, ഒരു കുഴപ്പമില്ല. എന്താണ് ചേട്ടാ, നിങ്ങൾ പാൽ ഇവിടെ കൊടുക്കുന്ന ആളാണ്? സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. ഈ സംഭവത്തിൽ എന്താ സംഭവം? അയാളെ പാലൊന്നും ഒഴിക്കാൻ പറ്റില്ല. അയാളെ പാല് ഇവിടെ ഒഴിക്കുന്ന ദിവസങ്ങളിലെല്ലാം പിരിയുന്നുണ്ട്. പശുവിനെ ഒന്നീ ഒരു നേരം കറക്കാതെ കൊണ്ട് പിന്നെ വൈകുന്നേരം കറന്ന് ഒഴിക്കുന്നുണ്ടായിരിക്കും പിരിയുന്നത്. ഒരു നേരം കറക്കുണ്ടായിരിക്കും പശുവിനെ.
രണ്ടു നേരം കറക്കത്തില്ലായിരിക്കും, അതാണ് പിരിയാൻ കാരണം. അങ്ങനെ പശുവിന്റെ പാല് പിരിയും. ഒരു തവണയല്ലേ? ഇപ്പൊ 2 തവണ ആയെന്ന് പറയുന്നത് ഇവിടെ. ഇവിടുന്ന് വേറൊരു സൊസൈറ്റി ഒഴിച്ചപ്പോ അവിടെയും പിരിഞ്ഞെന്നാ പറയുന്നത് ആ പാല്. നമ്മളാരും അവിടെയും പിരിഞ്ഞെന്ന് പറയുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ കാണിക്കുന്ന പണികൾ, ചള്ള പാലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് ബാക്കിയുള്ള കൂടെ ചെയ്യാന്ന് വെച്ചാൽ അത് തന്നെ വിഷയം. അപ്പൊ അത് എല്ലാവർക്കും ബാധകമാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ പാലും ചീത്തയാവും. അങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ പറയുന്നത്. കേട് വരാൻ കാരണം ഞാൻ പശുവിന്റെ കാമ്പില് കെട്ടില് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റുള്ള ഈ പാല് കറക്കാതെ നിന്നാലോ അത് കട്ടയായിട്ട് വരും. നീരുണ്ടെങ്കിൽ കട്ടയായിട്ട് വരാം. അപ്പോൾ ആ പാല് നമ്മൾ ഒന്നീ കറന്ന് കളയണം, ഇല്ലെങ്കിൽ ആ പാല് കറന്ന് എടുക്കാതിരിക്കുക. അതാണ് ചെയ്യാനുള്ള വഴി.